നമുക്കൊപ്പം ഡോക്ടർ എസ് ശ്രീകുമാർ ചേരുന്നുണ്ട്. ജിയോളജിസ്റ്റാണ് ഡോക്ടർ എസ് ശ്രീകുമാർ. ഒപ്പം വാർഡ് മെമ്പർ രാഘവനെയും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആദ്യം ഡോക്ടർ എസ് ശ്രീകുമാറിലേക്ക്. വെരി ഗുഡ് ഈവനിങ് ഡോക്ടർ എസ് ശ്രീകുമാർ. അല്പം ആശങ്കയുണ്ടാക്കിയ ശബ്ദമാണ് കേട്ടത്. പലരും പറഞ്ഞത് ക്വാറിയുടെ ഭാഗത്തൊക്കെ വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കുന്നത് പോലെ വലിയ ഒരു ഇടിമുഴക്കം പോലെയാണ് ഇത് കേട്ടത് എന്നാണ്. ചിലർ പറഞ്ഞത് ഒരു കൂണിടി എന്നൊക്കെയാണ് അവരുടെ നാട്ടിൽ പറയുന്നത്. അങ്ങനെയാണ് അനുഭവപ്പെട്ടത് എന്നാണ്. ആശങ്കപ്പെടാനൊന്നുമില്ല എന്ന് നാഷണൽ സീസ്മോളജി സെൻറ്റർ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരം ശബ്ദവും മുഴക്കവും ഒക്കെ ഉരുൾപൊട്ടലിന് ശേഷം ഈ പ്രകമ്പനങ്ങൾ സ്വാഭാവികമാണോ ഡോക്ടർ എസ് ശ്രീകുമാർ? നമ്മൾ ജനങ്ങൾ ഈ പ്രദേശത്തുള്ളത് ഒരു പരിഭ്രാന്തരായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്, നമ്മുടെ റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു മലയിടിച്ചിൽ പല സ്ഥലങ്ങളിലും നടന്നതിന് ശേഷം ഇത്തരത്തിലുണ്ടാകുന്ന മുഴക്കങ്ങളും ഒക്കെ ജനങ്ങളെ പരിഭ്രാന്തി ഉണ്ടാക്കും എന്നുള്ളതിന് സംശയമില്ല. നമ്മൾ പലപ്പോഴും പറയുന്നത് ഒരു ഉരുൾപൊട്ടൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഉരുൾപൊട്ടലത്തിന് മുമ്പ് ചിലപ്പോൾ ശബ്ദങ്ങൾ കേൾക്കാം, മുഴക്കങ്ങൾ ഭൂമിയുടെ അടിയിൽ നിന്ന് കേൾക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പാറയ്ക്കടിയിൽ നിന്നും ഊർന്നിറങ്ങുന്ന നീർച്ചാലുകളിൽ അത് വളരെ ടേർബിഡായിട്ട് കലങ്ങി മറിയുന്ന തരത്തിൽ വെള്ളം വരിക, പുറത്തേക്ക് വരിക. അതല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ചെറിയ തരത്തിലുള്ള ഇടിച്ചിലുകൾ നടക്കുക. ഇതൊക്കെ ഒരു നാച്ചുറൽ സിംറ്റമാണ് ഈ ഉരുൾപൊട്ടൽ ഒക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ എന്ന് നമ്മൾ സാധാരണ ഉരുൾപൊട്ടൽ നടക്കുന്ന സമയത്ത് പല പ്രദേശങ്ങളിലൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്കൊരു പരിഭ്രാന്തി വരുന്നത്. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ ജാഗ്രതരാവണം, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. കാരണം ഇപ്പോൾ മാത്രമല്ല, പല സമയങ്ങളിലും കേരളത്തിലെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള ഈ ഭൂമിക്കടിയിൽ നിന്നും മുഴക്കവും സൗണ്ടും ഒക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സീസ്മോളജിക് സെൻറ്ററിലൊന്നും തന്നെ ഒരു വൈബ്രേഷൻ, എർത്ത്ക്വേക്ക് ട്രിമർ എന്ന് പറഞ്ഞിട്ടുള്ളത് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് സ്ഥിരീകരിച്ചു എന്നുള്ളത് നമുക്ക് വളരെ ഒരു വലിയ തരത്തിൽ പക്ഷെ അപ്പോഴും ശ്രീകുമാർ, ഇപ്പോൾ ചില തരത്തിലായിരിക്കാം ഈ കുട്ടികൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന സ്റ്റീൽ ഗ്ലാസുകൾ അനങ്ങി എന്ന് അവിടുത്തെ ടീച്ചർമാർ പറയുന്നുണ്ട്. മറ്റു ചില പറയുന്നത് വീടുകൾക്ക് ആ ചെറിയ ചലനമുണ്ടായി എന്നത് അനുഭവപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭൂചലനത്തിൻ്റെ തീവ്രതയിലേക്ക് എത്താൻ പറ്റാത്ത മിനി ചലനങ്ങളെന്നാണോ നമ്മളതിനെ കണക്കാക്കേണ്ടത്? അതല്ല അതിന് മറ്റെന്തെങ്കിലും ഒരു പേരുണ്ടോ? പ്രകമ്പനം എന്നാണോ നമ്മൾ പറയുന്നത് മലയാളത്തിലേക്ക് നമ്മൾ തർജ്ജമ ചെയ്യുകയാണെങ്കിൽ? ചെറിയ ട്രിമേഴ്സ്, ഇപ്പോൾ 2ൽ കുറവൊക്കെ 1 ഒക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രകമ്പനങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ പ്രത്യേകിച്ചും മഴ പെയ്തതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്ന ഈ നമ്മുടെ ഭൂഗർഭ ജലത്തിൽ ജലം അത് അതിൻ്റേതായിട്ടുള്ള ഒരു കോഴ്സിൽ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഭൂമിയുടെ മേൽമണ്ണിൽ നിന്നും ഈ വെള്ളം താഴ്ന്നിറങ്ങി താഴെയുള്ള ദ്രവിച്ച പാറകളിലെത്തുന്നു. അങ്ങനെ എത്തുമ്പോഴത്തേക്ക് ഒരു ഹൈഡ്രോളിക് ഫ്രാക്ചറിങ്, നമ്മുടെ ദ്രവിച്ച പാറകൾ താഴെയുള്ള ഏതാണ്ട് 4-5 മീറ്ററിന് താഴെയുള്ള പാറകളിലൊക്കെ ഇത്തരത്തിലുള്ള ഫ്രാക്ചറിങ് നടക്കാം. അതിന് സാധ്യതയുണ്ട്. കാരണം വെള്ളം ഊർന്നിറങ്ങി അതൊരു ലൂബ്രിക്കൻ്റായിട്ട് അവിടെ, അതായത് വളരെ മയപ്പെടുത്തുന്ന രീതിയിൽ വെള്ളം അവിടെ ആക്ട് ചെയ്യും. അവിടെയുള്ള ഫ്രാക്ചറുകളിൽ കൂടെയൊക്കെ ചെറിയ തെന്നലുകൾ പോലെ വരാനുള്ള ഒരു സാധ്യത. ഒരു സംശയമുള്ളത് ഡോക്ടർ ശ്രീകുമാർ, ഏതെങ്കിലും സാഹചര്യത്തിൽ മറ്റൊരു മണ്ണിടിച്ചിലേക്കോ ഉരുൾപൊട്ടലിലേക്കോ പോകാനുള്ള സാധ്യതയുണ്ടോ ഇത്തരം ലഘു പ്രകമ്പനങ്ങൾ? അതെ, ഈ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ, മൂളലുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഒരു ചരിവ് കൂടിയ, നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ എവിടേക്കാണ് ഹൈ ഹസാഡസ് സോൺ, ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലുള്ള പ്രദേശങ്ങളൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ആ പ്രദേശത്തെ DM പ്ലാനുകൾ, ദുരന്ത നിവാരണ പദ്ധതിയിൽ അതുണ്ട്. ആ പഞ്ചായത്തുകൾക്ക് അതറിയാം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും അത്തരത്തിലുള്ള ദുരന്ത നിവാരണ രേഖയും ആ ഉരുൾപൊട്ടൽ സാധ്യത പ്രദേശങ്ങളും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതനുസരിച്ചിട്ട് സാധ്യത കൂടിയ പ്രദേശങ്ങളിൽ നിന്നും ആൾക്കാർ ജാഗ്രത പാലിക്കണം. ഇനിയും വളരെ സാധ്യത കൂടിയ ഉരുൾപൊട്ടൽ സാധ്യത പ്രദേശമാണെങ്കിൽ അവിടെ നിന്നും ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്നത്. അതായത് അങ്ങ് പറഞ്ഞു വരുന്നത് ഇത്തരം ലഘു പ്രകമ്പനങ്ങളാണെങ്കിൽ പോലും ഈ സ്ലോപ്പ് കൂടിയ വല്ലാതെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ
അതിതീവ്ര മഴ പെയ്യുന്ന പശ്ചാത്തലത്തിലൊക്കെ അത് വേണമെങ്കിൽ മറ്റൊരു ഉരുൾപൊട്ടലിലേക്ക് പോകാം എന്നാണ് ഈ ലഘു പ്രകമ്പനങ്ങൾ കൊണ്ട്. തീർച്ചയായും അതെ അത് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇതൊരു ചെറിയ ഇത്തരത്തിലുള്ള പ്രകമ്പനങ്ങൾ നമ്മൾ പറയുന്നത് നേച്ചർ സിഗ്നൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ ഉയർന്ന വളരെ സ്റ്റീപ്പായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള സാധ്യതാ പ്രദേശങ്ങളിൽ ഈ ട്രിമറൊക്കെ കേൾക്കുന്നത് ചെറിയ തരത്തിലുള്ള ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ വരാനുള്ള സാധ്യത നമുക്ക് തള്ളി കളയാൻ. ഒരു സംശയമുള്ളത് ശ്രീകുമാർ, തുടർച്ചയായിട്ട് മഴ പെയ്ത ദിവസമല്ല ഈ ശബ്ദം കേട്ടത്. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് മഴ അല്പം തോന്നു നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായിട്ട് ചെറിയ വെയിലും ഒക്കെ പരക്കുന്നുണ്ടായിരുന്നു. അപ്പം മഴ പെയ്ത് കഴിഞ്ഞ് ഒരു 2 ദിവസം ഇടവേള എടുത്താണ് ഈ ശബ്ദം ഉണ്ടാവുന്നത്. അങ്ങനെയാണോ ഈ പ്രതിഭാസം ഉണ്ടാവുക? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ നമ്മുടെ എത്രയോ മീറ്ററുകൾ, കാരണം മുകളിൽ നിന്നും മേൽമണ്ണുണ്ട്, മേൽമണ്ണിൻ്റെ താഴെ വെട്ടുകല്ലുണ്ട്, ആ വെട്ടുകല്ലിൻ്റെ താഴെ കളിമണ്ണുണ്ട്, ആ കളിമണ്ണിൻ്റെ താഴെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വളരെ അപക്ഷയം ബാധിച്ച അല്ലെങ്കിൽ ഫ്രാക്ചേർഡ് ആയിട്ടുള്ള റോക്കുകൾ, ഈ പാറകളുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഫ്രാക്ചേഴ്സ് ആണുള്ളത്. ആ ഫ്രാക്ചറിലേക്ക് എത്തിപ്പെടണമെങ്കിൽ വെള്ളം കൃത്യമായിട്ട് എത്തിപ്പെടണമെങ്കിൽ ഓരോ സ്ഥലത്തും വ്യത്യാസമാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ പുത്തുമലയോ അതല്ലെങ്കിൽ നമ്മുടെ ചൂരൽമലയോ ഒക്കെ അവിടുത്തെ തിക്നെസ്സും ഒക്കെ അനുസരിച്ചിട്ട് വളരെ പെട്ടെന്ന് ചിലപ്പോൾ ആ വെള്ളം അവിടെ എത്താൻ സാധിക്കും. മറ്റൊരു സ്ഥലത്ത് വളരെ വ്യക്തമാണ്. ശാസ്ത്രീയമായ വിശദീകരണത്തോടു കൂടി ആശങ്ക വേണ്ടതില്ല എന്നും, പക്ഷേ എന്നാൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ ക്യാമ്പിലേക്ക് പോകുന്നതാണ് നല്ലതെന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ ശ്രീകുമാർ? അതെ അത് തന്നെയാണ്. ശരി, ഞാൻ അങ്ങയിലേക്ക് തിരികെ വരാം.